പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ ആ വലിയ കരുണ പുത്രനായ ദൈവം തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്നും പുത്രനായ ദൈവം പ്രവർത്തിക്കുന്നത് ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തരുവാൻ തന്നെയാണ്. തൻ്റെ പരസ്യ ജീവിതകാലത്തും ആ കർത്താവ് പിതാവിൻ്റെ ഇഷ്ടം ആണ് പ്രവർത്തിച്ചത്. പിതാവിൻ്റെ സ്നേഹവും പിതാവിൻ്റെ കരുണയും എന്താണെന്ന് നമുക്ക് തൻ്റെ ജീവിതത്തിലൂടെ അവിടുന്ന് കാണിച്ചു തന്നു. ഇന്ന് ഈ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തത ഉണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ വായിച്ചു കേട്ട വചനഭാഗം ഒരിക്കൽ കൂടി ഒന്ന് ധ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും, യേശു അമരത്ത് കിടന്ന് ഉറങ്ങുകയായിരുന്നു. ആ പറയുന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന ഒരു കാര്യം, ആ വഞ്ചിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ തയ്യാറായി തന്നെയാണ് യേശുനാഥൻ ആ വഞ്ചിയിലേക്ക് കയറുക. ഒരു വഞ്ചിയെ നിയന്ത്രിക്കുന്നത് തീർച്ചയായും അമരക്കാരൻ തന്നെയാണ്. എന്നാൽ ഇവിടെ യേശു ഉറങ്ങുകയായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ശിഷ്യന്മാർ യേശുവിൻ്റെ ആവശ്യമില്ല, തങ്ങൾക്ക് തന്നെ ഈ വഞ്ചി നിയന്ത്രിക്കാൻ സാധിക്കും എന്ന ഒരു ചിന്തയിലൂടെ കടന്നുപോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. കാരണം അവർക്ക് വളരെ സുപരിചിതമായ സാഹചര്യം, അതുപോലെ വളരെ പ്രശാന്തമായ കാലാവസ്ഥ, അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവർ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകാം, ഇത് തങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഗുരുവിനോട് ഉറങ്ങിക്കൊള്ളുവാൻ അവരായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന യേശുനാഥൻ ആ അമരത്ത് തൻ്റെ ശിഷ്യന്മാർ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് വായിക്കാൻ സാധിക്കുന്ന കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടി കർത്താവ് തന്നെ ഒരു സാഹചര്യം ഒരുക്കുന്നത് പോലെ ഇവിടെ ശിഷ്യന്മാർ തങ്ങൾക്ക് സുപരിചിതമായ ആ സാഹചര്യത്തിലൂടെ അക്കരയ്ക്ക് യാത്ര ചെയ്യുകയാണ്. പെട്ടെന്ന് അവർ പോലും പ്രതീക്ഷിക്കാതെ വലിയൊരു കൊടുങ്കാറ്റ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആ കൊടുങ്കാറ്റിൽ തങ്ങൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ ആദ്യം തങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ അതിനെ നിയന്ത്രിക്കുവാൻ അവർ പരിശ്രമിക്കുന്നുണ്ട്.
അവസാനം ഇത് തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ യേശുവിനെ വിളിച്ചുണർത്തി. ഗുരു, ഇതാ ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ ഇത് ഗൗനിക്കുന്നില്ലേ എന്ന് യേശുവിനോട് ഒരു പരാതി പറയുന്നത് പോലെ അവർ ചോദിക്കുന്നു. പ്രിയമുള്ളവരെ, ചില അവസരങ്ങളിൽ ഈ ശിഷ്യന്മാരെ പോലെ നമ്മുടെ ജീവിതത്തിൽ യാതൊരു വ്യാധിയും ആദികളും ഇല്ലാതെ കടന്നു പോകുമ്പോൾ നമ്മളും ചിന്തിക്കാറുണ്ട്, ഈ ജീവിതം എനിക്ക് തനിയെ യാത്ര ചെയ്യാവുന്നതേ ഉള്ളൂ, ഈ ജീവിതം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ എനിക്ക് സാധിക്കും, ഇവിടെ എനിക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ സ്വന്തം കഴിവുകളിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചില അവസരങ്ങളിൽ നമ്മൾ പതറിപ്പോകാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി നിൽക്കുന്ന അവസരങ്ങളുണ്ട്. ചില അവസരങ്ങളിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ തളർന്നു പോകുന്ന നിമിഷങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. ആ ഒരു നിമിഷമായിരിക്കും എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുക. അല്ലെങ്കിൽ എൻ്റെ ജീവിതമാകുന്ന തോണി നിയന്ത്രിക്കുന്നത് ദൈവമാണ്, ആ അമരത്ത് അവനുണ്ടല്ലോ എന്ന് നമ്മൾ അറിയാതെ ചിന്തിച്ച് പോകുന്നത് ആ ഒരു നിമിഷമായിരിക്കും. പ്രിയമുള്ളവരെ, അവിടെയാണ് നമ്മൾ ദൈവത്തെ സമീപിക്കുക. എന്നാൽ കർത്താവ് കരുണാമയനാണ്, നമ്മളെ നിരന്തരം വീക്ഷിക്കുന്ന ഒരുവനാണ്. നമ്മുടെ ചിന്താഗതികളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഇവിടെ ശിഷ്യന്മാരുടെ ചിന്താഗതിയും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചവനാണ് കർത്താവ്. പ്രിയമുള്ളവരെ, കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അവൻ്റെ മുമ്പിൽ നമ്മുടെ മനസ്സ് തുറക്കണം. കർത്താവിനോട് അപേക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാകണം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുക. ഇവിടെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കർത്താവിനെ ആവശ്യമില്ല എന്ന് ചിന്തിച്ചിടത്തെല്ലാം അവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പല അത്ഭുതങ്ങളും ശിഷ്യന്മാർക്ക് ചെയ്യാൻ സാധിക്കാതെ പോകുന്ന ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് എന്ന് യേശുവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കെല്ലാം നേടാൻ സാധിക്കും എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവവുമായി ഒരു ബന്ധത്തിലായിരിക്കുവാനാണ് അതിലൂടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുക. നമ്മുടെ ജീവിതത്തിലും വളരെ ശാന്തമായി കടന്നു പോകുന്ന ഒത്തിരിയേറെ സാഹചര്യങ്ങളുണ്ട്. അത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. എൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നേടുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എങ്കിൽ അത് കർത്താവിൻ്റെ വലിയ കരുണ തന്നെയാണ്. കർത്താവ് അവിടുത്തെ വലിയ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ സൗഭാഗ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്. അവിടെ അതിൻ്റെ ക്രെഡിറ്റ് എല്ലാം എനിക്ക് തന്നെ സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തോടെ, ഇത് എൻ്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയെടുത്തതാണ്, എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല, എനിക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങുമ്പോൾ പ്രിയമുള്ളവരെ, ആ നിമിഷം നമ്മൾ പരാജയത്തിലേക്ക് പതിയെ പതിയെ വീണു തുടങ്ങും. പലരുടെയും വീഴ്ചയ്ക്ക് കാരണമായി തീരുന്നത് ഈ ഒരു അഹങ്കാരത്തിൻ്റെ ചിന്തകൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴാണ്. എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും, ആരുടെയും സഹായം ആവശ്യമില്ല, എന്തിന് ദൈവത്തിന് പോലും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല, അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് ചിന്തിച്ച് സ്വന്തം കഴിവുകളിൽ ആശ്രയിക്കാതെ പ്രിയമുള്ളവരെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കുക. നമ്മുടെ ജീവിതമാകുന്ന തോണി നിയന്ത്രിക്കുന്നത് ദൈവം തന്നെയാണ്. ആ ദൈവം നമ്മുടെ അമരത്തുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇവിടെ ശിഷ്യന്മാർ പോലും അത്ഭുതപ്പെട്ട് ചോദിക്കുന്നുണ്ട്. അതേസമയം അവർക്ക് ഭയമായി, കാരണം കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ, ഇവൻ നമ്മൾ മനസ്സിലാക്കിയ പോലെ ഒരു വ്യക്തിയല്ല എന്ന ഒരു ചിന്തയാണ് അവിടെ ശിഷ്യന്മാരുടെ മനസ്സിലേക്ക് കടന്നു വരിക. ഇതെന്തൊരു മനുഷ്യനാണ് എന്ന് പറയുന്നത് പോലെ അവൻ്റെ ആ പ്രവൃത്തി അത് കണ്ടപ്പോൾ തന്നെ ശിഷ്യന്മാർ ഭയന്നു പോയി. കാരണം ദൈവത്തിന് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന്
അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം. യേശുവിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ ശിഷ്യന്മാർക്ക് പലപ്പോഴും സാധിച്ചിരുന്നില്ല. സുവിശേഷങ്ങളിലുടനീളം നമ്മൾ കാണുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. അവൻ പറഞ്ഞത് എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. അല്ലെങ്കിൽ യേശുവിന് ഇത് ചെയ്തു കൊടുക്കാൻ സാധിക്കുമെന്ന് അവർക്ക് പൂർണ്ണമായി വിശ്വാസമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയല്ലേ പല അവസരങ്ങളിലും യേശു അവരോട് ചെയ്യുവാൻ പറയുമ്പോൾ അവർ ഒഴിവ് കഴിവ് പറയുന്നത്. അതേസമയം തങ്ങളോട് ചെയ്യുവാൻ പറയുന്ന കർത്താവിന് അത് ചെയ്യുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുവാൻ അവർക്ക് പലപ്പോഴും സാധിച്ചില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും കർത്താവിന് പ്രവർത്തിക്കുവാൻ സാധിക്കണമെങ്കിൽ നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവിനോട് പറയുക, കർത്താവേ, ഇതാണ് ഞാൻ, എനിക്ക് ഒത്തിരിയേറെ ലിമിറ്റേഷൻസ് ഉണ്ട്, എൻ്റെ കുറവുകളും പോരായ്മകളും പരിഹരിക്കുവാൻ അങ്ങേക്ക് മാത്രമാണ് സാധിക്കുക. കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിച്ചാണ് യാത്ര ചെയ്യുന്നത്. എൻ്റെ ഈ ജീവിതയാത്രയിൽ ഈ ഒരു കൊടുങ്കാറ്റ് പോലെ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ഒരുപക്ഷെ ഈ കൊടുങ്കാറ്റ് പൂർണ്ണമായും എന്നെ നശിപ്പിക്കുമോ എന്ന് പോലും ഭയപ്പെട്ടു പോകുന്ന നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. അവിടെ എനിക്ക് ആശ്രയമായിട്ടുള്ളത് നീ മാത്രമാണ് എന്ന് ഞാൻ ഈ നിമിഷം തിരിച്ചറിയുന്നു. കർത്താവേ, ഇനി മുതൽ എൻ്റെ ജീവിതത്തിൽ ആ ഒരു ബോധ്യത്തോടെ മുന്നോട്ട് പോകുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ കൊടുങ്കാറ്റ് പോലെ നമ്മുടെ മേൽ ആഞ്ഞടിക്കുന്ന ഒത്തിരിയേറെ ജീവിത പ്രശ്നങ്ങളുണ്ടാകാം. സാമ്പത്തിക തകർച്ചകളായിരിക്കാം, മാനഹാനികളായിരിക്കാം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിജയിക്കാതെ പോകുന്നതായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് ഒറ്റയ്ക്ക് നേരിടാതെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കുക. അവിടെ ദൈവം നമ്മോടൊപ്പം ആയിരിക്കുകയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനും അനുഭവിക്കുവാനും സാധിക്കും. അതിന് നമ്മുടെ ഓരോരുത്തരെയും മനസ്സിലേക്ക് കർത്താവിൻ്റെ ആ വലിയ ചിത്രം കൊണ്ടുവരണം. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നേ നടക്കുന്ന കർത്താവിൻ്റെ ചിത്രം. ഒരു ഇടയൻ എപ്രകാരമാണോ ആടുകളെ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകുന്നത്, അതുപോലെ നമ്മളെയും ഒരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ദൈവം. അല്ലെങ്കിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അതിലെ ഡ്രൈവർ എപ്രകാരമാണോ നമ്മളെ ഓരോരുത്തരെയും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത്, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മുന്നിലിരുന്നു കൊണ്ട് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കുന്ന ദൈവം. അങ്ങനെ ഏതെങ്കിലും ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എൻ്റെ ഈ ജീവിതത്തെ നിയന്ത്രിക്കുന്നവൻ എൻ്റെ കർത്താവാണ്. ആ കർത്താവിനെ ഞാൻ പിഞ്ചെന്നു കഴിഞ്ഞാൽ തീർച്ചയായും ലക്ഷ്യസ്ഥാനത്ത് എനിക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. ഒരു അമ്മ കിളി തൻ്റെ കുഞ്ഞ് കിളികളെ സംരക്ഷിക്കുന്നത് പോലെ ദൈവം നമ്മളെ നിരന്തരം സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ കൂടെയുണ്ട്. അമ്മക്കിളിയുള്ള സമയത്ത് നമുക്കൊരിക്കലും അതിൻ്റെ കുഞ്ഞുങ്ങളുടെ അടുക്കിലേക്ക് ചെല്ലുവാൻ സാധിക്കില്ല. കാരണം അത് ചുറ്റും പറന്ന് നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നീ ആരെങ്കിലും അതിനെ ഉപദ്രവിക്കാൻ പോവുകയാണ് എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് കൊത്തുവാൻ ആരംഭിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആക്രമിക്കുവാൻ ആരെങ്കിലും തുനിയുമ്പോൾ നമുക്ക് സംരക്ഷണമായ കർത്താവ് എപ്പോഴും കൂടെയുണ്ട്. നമ്മളെ വഴി നടത്തുന്ന ആ കർത്താവിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ, ഇനി മുതൽ എൻ്റെ ജീവിതത്തെ അങ്ങ് ഏറ്റെടുക്കുകയും എന്നെ നയിക്കുകയും ചെയ്യണമേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് കൊടുങ്കാറ്റ് പോലെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴല്ല നമ്മൾ ദൈവത്തെ അന്വേഷിക്കേണ്ടത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെ അന്വേഷിക്കുവാൻ നമ്മൾ തയ്യാറാക്കണം. ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ തളർന്നു പോകാതെ കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ കർത്താവിലുള്ള വിശ്വാസം അടിയുറച്ച ഒന്നാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. അല്ലാതെ ശിഷ്യന്മാർ എപ്രകാരമാണോ പതറിപ്പോയത് അതുപോലെ നിലവിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുകയാണെങ്കിൽ കർത്താവിന് നമ്മോടും ചോദിക്കാനുള്ളത്, നിനക്ക് വിശ്വാസമില്ലേ എന്നൊരു ചോദ്യമായിരിക്കും. അതിനാൽ പ്രിയമുള്ളവരെ, കർത്താവിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുക. കർത്താവിലുള്ള വിശ്വാസം അടിയുറച്ചതാക്കി മാറ്റുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും കർത്താവിനും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അതിനാൽ കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരെയും വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ നിമിഷം
അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.